ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പുതിയ ആളുകൾക്ക് ചെറുപക്ഷെ അറിയില്ലായിരിക്കാം. പണ്ട് ഈ പോസ്റ്റർ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും വീഡിയോസ്, ലൈവ്, ഷോർട്സ്, പോസ്റ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷനായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പണ്ട് അവിടെ കമ്മ്യൂണിറ്റി എന്നായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ എന്നായിരുന്നു പറയുന്നത്. ഇപ്പൊ അവിടെ പോസ്റ്റർ എന്നല്ല, പോസ്റ്റ് എന്ന് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പോസ്റ്റ് എങ്ങനെ ഇടാം എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ പോസ്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതല്ല, ഞാനൊരു 3 വീഡിയോ പാർട്ടായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു വീഡിയോ എങ്ങനെ നമുക്ക് വൈറലാക്കി എടുക്കാം, പഴയ ഒരു വീഡിയോസ് എന്നുള്ളത്. അതിനായി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ഒക്കെ ചെയ്ത് ഒരു 24 hours അൺലിസ്റ്റഡ് ആക്കി വെച്ച് അതിന്റെ എല്ലാ സെറ്റിങ്സും ഒന്നുകൂടെ ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഒരു 12 മണിക്കൂറിന് ശേഷം പബ്ലിക് ആക്കിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു പോസ്റ്റർ എങ്ങനെ നമ്മുടെ ഒരു പബ്ലിക് ആക്കിയ വീഡിയോസിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റർ കൂടെ ഉണ്ടാക്കുകയാണ്. സെയിം ടൈം ഒരേ ബൂസ്റ്റിംഗ്, വീഡിയോസ് പബ്ലിക് ആക്കുന്നു, അതേസമയം തന്നെ മറ്റൊരു ബൂസ്റ്റിംഗ് കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു വീഡിയോസ് ആണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റർ. നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു വീഡിയോസിനോട് ലിങ്ക് ചെയ്ത് തന്നെ പറയാണ്. 3 വീഡിയോസ് അടുക്കടുക്കുകളായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ 3ാമത്തെ പാർട്ടാണിത്. അപ്പൊ അത് എങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ലിങ്ക് സഹിതം കമ്മ്യൂണിറ്റി പോസ്റ്റർ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് എങ്ങനെ പേസ്റ്റ് ചെയ്യാം എങ്ങനെയുള്ളതാണ് വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലൊന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് കണ്ടന്റ് ആണോ നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചാനലിലേക്ക് പോയി വീഡിയോസ് എന്നുള്ളത് എടുക്കുന്നു. ഓക്കെ, വീഡിയോസ് എന്നുള്ളത് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇതിലേതാണ് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിലൊരു വീഡിയോസ് സെലക്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഞാനൊരു വീഡിയോസ് സെലക്ട് ചെയ്യണത്. ഓക്കെ, ഇതാണ് വീഡിയോസ് എങ്ങനെ എഡിറ്റിംഗ് ചെയ്യാം എന്നുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുക. പഠിച്ചു പ്രിയ പ്രേക്ഷകരെ. ഓക്കെ, അപ്പോൾ എനിക്ക് അത്യാവശ്യം പോയിട്ടുള്ളൊരു വീഡിയോസ് ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒന്നും കൂടെ പൊന്തിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഷെയർ ബട്ടൺ എന്നുള്ളത് നിൽക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കോപ്പി ലിങ്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഈ സാധനം ഒന്നിങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ കുറച്ച് പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം, പ്ലസ് ബട്ടൺ കാണാം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ആ പ്ലസ് ബട്ടൺ അമർത്തി കഴിയുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഷോർട്സ്, വീഡിയോസ്, ലൈവ്, പോസ്റ്റ്, ഈ പോസ്റ്റ് എന്നുള്ളത് ഞെക്കുക. ഞാൻ ഉണ്ടാക്കിയ പോസ്റ്റ് ഇതേ കാണുന്നു ഇവിടെ. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നാണ്, എന്നെങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നതുകൊണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ 2 ലൈനാണ് നമ്മൾ ആദ്യം കാണുകയുള്ളൂ. ഈ 2 ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അടിയിലുള്ളത് ആദ്യത്തെ ഡിസ്പ്ലേയിൽ കാണില്ല. മോർ റീഡിങ് എന്ന് പറയുമ്പോൾ മാത്രം അവിടെ ഞെക്കിയാൽ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ 2 ലൈൻ, അതിൽ ഒരു ലൈൻ ലിങ്കും മറ്റൊരു ലൈൻ നമ്മുടെ ഇതുമായിരിക്കണം. എന്തായിരിക്കണം, നമ്മുടെ ക്യാപ്ഷനും ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്ഷൻ ചേർക്കുകയാണ്. ഒറ്റ ലൈനെ ക്യാപ്ഷൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ലിങ്ക് ഒരുപാട് എഴുതിയിടാം. അത് ലിങ്ക് കഴിഞ്ഞതിന് ശേഷം അത് പറയാനുള്ള കാരണം 2 ലൈനേ കാണാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എഴുതാണ്. ഇനി എഡിറ്റിംഗ് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഇത്ര എഴുതുന്നുള്ളൂ. എന്നിട്ട് ഇനി എഡിറ്റിംഗ് അറിയില്ല എന്ന് പറയരുത് എന്ന് കരുതി ഇനി ഞാൻ എന്ത് ചെയ്തോ, നമ്മുടെ പേസ്റ്റ് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്തിട്ടില്ലേ ലിങ്ക്, അത് ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ഒരൊറ്റ ലിങ്കായിട്ട് കൊടുത്തുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വിരൽ തട്ടുന്ന സമയത്ത് ആ ഒരു ലിങ്കുമ്മ കറക്റ്റായിട്ട് ടച്ച് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, ഇത് കാണാൻ കഴിയുള്ളൂ വീഡിയോസ്. അപ്പോൾ നേരെ മറിച്ച് ഒരു 4 ലിങ്കോ 3 ലിങ്കോ മിനിമം 2 ലിങ്കെങ്കിലും നമ്മൾ ഒരുമിച്ച് ഒരേ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ, എങ്ങനെ വിരൽ തൊട്ടാലും അതിൻ്റെ മുകളിലാണ് വരിക. അപ്പം ഞാനൊരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇവിടെ ഈ 2 ലൈനെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കൊടുക്കുക. അപ്പം ഇനി എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് പറയാം. എന്നിട്ട് ഇതിൻ്റെ മലയാളത്തിൽ കുറച്ചും കൂടെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്.
ഈ വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് പെട്ടെന്ന് എഡിറ്റിംഗ് പഠിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഒരു പണിയില്ല. അത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വന്നത് പിന്നെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഞാൻ പോസ്റ്റ് എന്നടിച്ചു. ഓക്കെ, അത് പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോസ്റ്റായി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ആ പോസ്റ്റ് എങ്ങനെയാണ് നമുക്കൊന്നും കൂടെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ഒന്നും കൂടെ നമ്മുടെ ചാനൽ എടുക്കുന്നു. എടുത്തതിന് ശേഷം വീഡിയോസ് ഒഴിവാക്കുന്നു. ഞാൻ വീണ്ടും എടുക്കുന്നു. പോസ്റ്റിൽ വന്നിട്ടുണ്ടോ നോക്കാം. കണ്ടില്ലേ, ഇതേ കിടക്കുന്നത്. ഓക്കെ അല്ലേ സംഭവം? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുക. ഇനി എഡിറ്റിംഗ് അറിയില്ല എന്ന് പറയരുത് എന്നുള്ള ആ ഒരു ലൈനും ഈ ലിങ്കിന്റെ ഒരു ലൈനും മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി റീഡ് മോർ എന്നുള്ളത് ഞെക്കിയാൽ നമുക്ക് ഇതൊക്കെ വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു ലൈൻ മാത്രം എഴുതണം, ക്യാപ്ഷൻ എഴുതുക, ബാക്കി ലിങ്ക് കൊടുത്തതിന് ശേഷം അടിയിൽ എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് പഴയതുപോലെ നമ്മളൊരു പഴയ വീഡിയോസിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ട് പൊന്തിച്ച് കൊണ്ടുവരണം. ഇനി ഇത് നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോസ്. പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും യൂട്യൂബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റർ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നു. ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക, ഇതെല്ലാം അടുത്തടുത്ത സമയങ്ങളിലായിരിക്കണം. ആദ്യം കമ്മ്യൂണിറ്റി പോസ്റ്റർ ഉണ്ടാക്കി വെക്കണം. പിന്നീട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പറഞ്ഞ പോലെ ഒരു വീഡിയോസ് നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെച്ച ഒരു വീഡിയോസിന് എല്ലാ സെറ്റിംഗ്സും ചെയ്തതിന് ശേഷം ഒരു 12 മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും 12 മണിക്കൂറിന് മുകളിലായാലും കുഴപ്പമില്ല, 12 മണിക്കൂറിന് ശേഷം വീണ്ടും പബ്ലിക് ആക്കുന്നതോടൊപ്പം തന്നെ അതിനൊരു ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റർ വിത്ത് ലിങ്കോട് കൂടി നമ്മൾ പേസ്റ്റ് ചെയ്തത്. അത് നിങ്ങളിവിടെ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ചാനലുകൾ ഉണ്ട് കേട്ടോ. സത്യം പറയാൻ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിരുന്നു. എല്ലാ വീഡിയോസിലും വർക്കൗട്ട് ആവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള ചില വർക്കുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഇത് വർക്കൗട്ട് ആവും. അല്ലെങ്കിലും ഇതിന് ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു 100, 200, 1000 അങ്ങനെ ഒരു 2000, 3000 ഒക്കെ കോമൺ ആയിട്ട് കയറി പോകും നിങ്ങളെ വീഡിയോസ്. വൈറൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു 100K അതൊക്കെയാണ് നമ്മുടെ ഒരു വൈറൽ എന്ന്. മിനിമം ഒരു 50K ഒക്കെയാണ് വൈറൽ എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് എല്ലാ വീഡിയോസും എത്തുമോ എന്നറിയില്ല. എങ്കിലും ഒരു പക്ഷെ എത്തിയ ചരിത്രങ്ങളുണ്ട്, ഒരുപാട് വീഡിയോസ് എത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു നമ്മുടെ ഒരു ദേവദൂതൻ എന്നൊരു സിനിമ വന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത് അട്ടർ ഫ്ലോപ്പ് സിനിമയായിരുന്നു. പക്ഷെ കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ഫ്ലോപ്പ് എന്ന് പറഞ്ഞത് കൊണ്ട് മറ്റു പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ കഴിഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യപ്പെട്ടു. അപ്പൊ അതിന്റെ അന്നത്തെ കോഷനേക്കാൾ എത്രയോ മടങ്ങാണ് ഇപ്പോ അതിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ആ സിനിമ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു, അതിന്റെ സോങ്സുകൾ ചർച്ച ചെയ്യപ്പെട്ടു. ഒരുപാട് എല്ലാം മോഹൻലാലിന്റെ അഭിനയം വരെ. അന്ന് മോഹൻലാൽ ഒരു മീശ പിരിച്ചുകൊണ്ട് നരസിംഹം എന്ന സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നില്ല, നരസിംഹം കഴിഞ്ഞതിന് ശേഷമാണോ എന്ന് തോന്നുന്നു ഈ ഒരു സിനിമ വരുന്നത്. മോഹൻലാലിന്റെ അത്രയും ഒരു രസകരമായിട്ടുള്ള ഒരു സിനിമ. അപ്പൊ ആ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാത്തത് വന്നത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ആ സിനിമ പിന്നീട് റിലീസിന് വന്നപ്പോൾ ഹിറ്റായി എന്നുള്ളത് പറയാം. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ വീഡിയോസും. ആ സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നതും പിന്നെ ജനങ്ങൾ അത് അന്നത്തെ കാലത്ത് ശരിയായിട്ട് എടുക്കാത്തതുമായ വീഡിയോസ് ഒന്നുകൂടെ നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഒന്നും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്. അതാണ് ഇവിടെ ഈ 3 വീഡിയോസുകളായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്റെ ഈ ഒരു വീഡിയോസ് ആണ് നിങ്ങൾ ആദ്യം കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോസും കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു കാര്യം പറയാനുള്ളത്, അടുത്ത ആഴ്ച നമ്മളുടെ ഒരു എഡിറ്റിംഗ് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. കൈൻമാസ്റ്റർ, ഇൻഷോട്ട് എന്ന് പറയപ്പെടുന്ന കുറച്ച് ആപ്പുകൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് പഠിപ്പിക്കുകയാണ്. 1 മാസമേ ഉള്ളൂ കേട്ടോ ആ എഡിറ്റിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ചെറിയൊരു പെയ്ഡ് സർവീസ് ആണ്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് പൂർണ്ണമായും പഠിപ്പിച്ചങ്ങോട്ട് കയ്യിൽ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് ട്യൂട്ടോറിയൽ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വാച്ചിങ് അവർ കൂട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം സബ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട വീഡിയോസിന്റെ ലിങ്കുകൾ കൊടുത്തിടാനോ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഈ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ പലപ്പോഴും എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വീഡിയോസ് കാണാതെ വിളിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ സബ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഉള്ളവരെ കൊണ്ടൊക്കെ എല്ലാവരെ കൊണ്ടും നിങ്ങളുടെ വീഡിയോസ് കാണിപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ കൊടുന്ന് ലിങ്ക് ഇടുക. അപ്പൊ
ഇങ്ങനെയുള്ള ഒരു ക്ലാസ്സേ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വാട്സപ്പ് ട്യൂട്ടോറിയൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വീഡിയോസ് ഇടുക, എങ്ങനെയാണ് തമ്പനെയിൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് യൂട്യൂബ് റൂൾസുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യരുത്, എന്തൊക്കെയാണ് ന്യൂ അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് യൂട്യൂബിൽ ഉള്ള അപ്ഡേറ്റ്സ്, യൂട്യൂബിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന എന്നാൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇല്ല, അത്തരം അപ്ഡേറ്റ്സുകൾ ഏതാണ്, ആളുകൾ പടച്ചുവിടുന്ന അപ്ഡേറ്റ്സുകൾ, അതായത് പറഞ്ഞു പല പല ഹിന്ദിക്കാരും പറഞ്ഞു അങ്ങനെ ഒരു അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറയുകയും എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതും, ഇത്തരം കാര്യങ്ങളാണ് യൂട്യൂബിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ് ഈ 50 ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാം പ്രിയപ്പെട്ടവരെ. അപ്പൊ അടുത്ത ഒരു നല്ലൊരു കിടിലൻ നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന ഒരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.